എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. വലിയ പെരുന്നാൾ ആശംസകൾ. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പം കുറേ പേര് അങ്ങനെയൊക്കെ പറഞ്ഞു. ഏതാണെങ്കിലും ഈ ഒരു പെരുന്നാൾ നമുക്ക് മാത്രമല്ല, അതില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കറിയാം ഇറാൻ്റെ യുദ്ധത്തിൻ്റെ കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾ കണ്ടിട്ട് കാണും. അതായത് വീണ്ടും ഇന്നലെ പുലർച്ചെ അമേരിക്ക വീണ്ടും ഇറാൻ്റെ ബന്ദർ അബ്ബാസിലോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ മാത്രമല്ല മറ്റ് 3 സ്ഥലങ്ങളിലോട്ട് ഇന്നലെ അമേരിക്കയുടെ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. തിരിച്ച് ഇറാൻ്റെ ഏകദേശം 4 ഡ്രോണുകൾ അമേരിക്കൻ കപ്പലുകളിലോട്ടും അയച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല. IRGCയും പുറത്ത് വിട്ടിട്ടില്ല. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തോട്ട് വിട്ടിട്ടില്ല. ഏതായാലും നമുക്ക് നോക്കാം. പക്ഷേ ഇതിനൊക്കെ ഭാഗമായിട്ട് ഇറാൻ്റെ മറ്റ് ചില അടികൾ കുവൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ ഒറ്റയടിക്ക് കുവൈറ്റ് ബേസിലോട്ട് ഇറാൻ അടിക്കണമെങ്കിൽ അമേരിക്കയുടെ ആക്രമണം മിക്കവാറും അത് കുവൈറ്റിൽ നിന്നായിരിക്കും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കുവൈറ്റിൽ നിന്നായിരിക്കും അവിടെ നിന്നുള്ള ഫ്ലൈറ്റുകളായിരിക്കും, ഫൈറ്റർ ജെറ്റുകളായിരിക്കും ഇറാൻ ആക്രമിക്കാൻ വന്നത് എന്നാണ് പലരുടെയും നിഗമനം. അതുകൊണ്ടാണ് കുവൈറ്റിലോട്ട് നേരിട്ടുള്ളൊരു ആക്രമണം ഇറാൻ രാവിലെ തന്നെ തൊടുത്തുവിട്ടത്. ഇന്നലെ ആയിരുന്നു അവിടെയൊക്കെ പെരുന്നാൾ. അതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞ ദിവസം തന്നെ ഒന്നും നോക്കിയില്ല, അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇന്നാണ് പെരുന്നാളെങ്കിലും നിങ്ങളൊരു കാര്യം, ഇന്നലത്തെ ചില പ്രധാന അപ്ഡേറ്റുകൾ, യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു ആക്രമണം എന്നുള്ളത് മാത്രമല്ല, ഇന്നലെ ട്രംപിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ, ഒരു പ്രസ് മീറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എന്താ പറയുക കരാറുകളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി എന്ത് മുന്നോട്ട് പോകണമെങ്കിലും അറബ് രാജ്യങ്ങളെല്ലാം ഒന്നടങ്കം അവിടെ ചെന്നിട്ട് ഇസ്രായേലിന് മുമ്പിൽ സാഷ്ടാംഗം കുമ്പിട്ടിട്ട് അവർ പറയുന്ന എബ്രാമിക് അക്കോർഡിൽ സൈൻ ചെയ്തോളാം, അങ്ങനെ ഇസ്രായേലിനെ കൂടെ കൂട്ടിക്കോളാം. ഇതല്ലാണ്ട് വേറെ പരിപാടികളൊന്നുമില്ല. ഇസ്രായേൽ പറയും, അമേരിക്ക പറയും, അത് കേട്ട് ജീവിച്ചോളാം. അതല്ലാത്ത ഒരു തരം കരാറുകളും ഇനി മുന്നോട്ടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്ത കരാറുകളുടെ പോയിന്റുകളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ കൂട്ടത്തിൽ ഈ ഇസ്രായേലും അല്ലെങ്കിൽ അമേരിക്കയും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാനും അതല്ലെങ്കിൽ ഒമാനും കൂടെ സംയുക്തമായിട്ട് അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വല്ല ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അടുത്ത യുദ്ധം, വെറുതെ പറയില്ല, അടുത്ത യുദ്ധം പൊട്ടിച്ച് കളയും ആരെ, ഒമാനെ എന്നാണ് പറഞ്ഞത്. അതും കൂടെ ഇന്നലത്തെ പ്രസ്താവനയിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, ഒരു കുഴപ്പമില്ല, യുദ്ധമൊക്കെ അതോടെ അവസാനിച്ചു. അങ്ങനെയൊന്നുമില്ല. ഇത് വ്യാപിപ്പിക്കുക, മൊത്തം അറബ് രാജ്യങ്ങളിലോട്ട് വ്യാപിപ്പിക്കുക, അവരെ മുടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. അത് നിങ്ങൾ പറയുന്ന പോലെയും കേൾക്കുന്ന പോലെയൊന്നും അല്ല മക്കളെ എന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇന്നലെ ബന്ദർ അബ്ബാസിൽ നടന്നിട്ടുള്ളത്, ഇറാൻ്റെ തെക്ക് തീരപ്രദേശമായിട്ടുള്ള ബന്ദർ അബ്ബാസിലാണ് ഇത് നടന്നിട്ടുള്ളത്. കിഴക്ക് ഭാഗത്ത്, അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തും 3 സ്ഫോടനങ്ങൾ നടന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഹോർമോസ് കടലിടുക്കിൻ്റെ വടക്ക് ഭാഗത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. മെനഞ്ഞാന്നും ഇവിടേക്ക് തന്നെ മെയിനായിട്ട് അടിച്ചിട്ടുള്ളത് ഒരു തുറമുഖ നഗരമാണ്. വ്യാഴാഴ്ച പുലർച്ചെ, ഇന്നലെ പുലർച്ചെ ഏകദേശം 1:30-2 മണിക്കാണ് അവിടുത്തെ സമയം കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സമയം ഏകദേശം 3:45-4 മണി ആയിട്ടുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ എനിക്ക് വന്ന സമയത്ത്, ആ സമയത്താണ് ഈ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ടുള്ളത്. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റം അപ്പം തന്നെ സജീവമാക്കി വെച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ തടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റു രീതിയിലോട്ടുള്ള അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടാവാതിരുന്നത്. തിരിച്ച് ഇറാൻ്റെ 4 ഡ്രോണുകൾ, അതിൽ ഒരു ഡ്രോൺ പതിച്ചിട്ടുണ്ട്, അമേരിക്കൻ കപ്പലുകളിലോട്ട് പോയിട്ടുണ്ട്. അതിൽ 3 ഡ്രോണെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് അവരിപ്പം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇറാൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നോ കൂടുതലായിട്ടുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. ഇനി അത് മാത്രമല്ല, ഇന്നിപ്പം രാവിലെ കുറച്ച് മുമ്പ്, ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് കുവൈറ്റിലെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, കുവൈറ്റിലോട്ട് വന്ന ചില എമർജൻസി അലേർട്ടുകളുടെ, അവിടെ ഉള്ളവർക്കറിയാം, അലേർട്ടുകളുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആളുകളോട് പുറത്തിറങ്ങരുത്, വീടിനകത്ത് തന്നെ ഇരിക്കണം, പൊതു സ്ഥലങ്ങളിലോട്ടൊന്നും ഇറങ്ങരുത് എന്നും പറഞ്ഞിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള ചില മിസൈലുകളും ഡ്രോണുകളെ വന്നെന്ന് തോന്നുന്നുണ്ട്. ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്തായിട്ടുള്ള വീഡിയോസൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇന്നിപ്പം ഇത് രീതിയിലോട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനി ഇറാൻ വെറുതെ ഇരിക്കും തോന്നില്ല. അവിടെ ഇതുവരെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. കാരണം ചർച്ച കഴിഞ്ഞ് എല്ലാം സെറ്റാവുമെന്ന് വിചാരിച്ച സമയത്താണ് അമേരിക്ക 2 ദിവസങ്ങളിൽ 2 പ്രാവശ്യമായിട്ട് ഇറാൻ ആക്രമിക്കുന്നത്. ഇറാനും ഇപ്പം തിരിച്ചാക്രമിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇനി ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, ഒന്ന് ജസ്റ്റ് കേൾക്ക് നിങ്ങൾ. Oman will behave just like everybody else, so we'll have to blow them up. They understand that. They'll be fine. Mr. President, thank you. കേട്ടല്ലോ നിങ്ങൾ. അതായത് ഒമാനുള്ള താക്കീതാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കൺട്രോൾ ഇറാൻ എന്തായാലും ഏറ്റെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ കൂടെ സംയുക്തമായിട്ട് ഒമാനും കൂടെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഒമാനും അതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒമാൻ ഉൾക്കടലിൽ കൂടെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ 2 പേരും കൂടെ കൂടിച്ചേർന്ന് സംയുക്തമായിട്ടുള്ളൊരു കരാറിലോട്ട് വരുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കരാർ ഇറാനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇല്ലാണ്ടാക്കും. അത് തന്നെ നിങ്ങൾക്കെതിരായിരിക്കും എൻ്റെ ആക്രമണം എന്ന് വ്യക്തമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഇക്കൂട്ടത്തിൽ കുറച്ചെങ്കിലും അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടാതെ ഇരുന്ന ഒരു രാജ്യം അത് ഒമാനായിരുന്നു. പക്ഷേ ബാക്കി രാജ്യങ്ങളൊക്കെ വിധേയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ അടി കിട്ടിക്കൊണ്ടിരുന്നത്. ഒമാനിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടാവാണ്ടിരുന്നതും ഒമാൻ ഈ ഒരു സഹകരണ ചർച്ചകളുമായിട്ടും അല്ലെങ്കിൽ ഇറാനുമായിട്ടുള്ള സഹകരണം കുറച്ചുകൂടെ നല്ലതുള്ളതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എയിം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഒമാനെയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് തകർക്കാം എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞ പോലെ ഒന്നുമില്ല, എൻറിച്ച്ഡ് യുറേനിയം മാത്രമല്ല, ഹോർമോസ് വിട്ടുകൊടുക്കണം, എൻറിച്ച്ഡ് യുറേനിയം വിട്ടുകൊടുക്കണം, ഇനി ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കംപ്ലീറ്റ്ലി തുറന്നു കൊടുക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങളും കാര്യങ്ങളൊന്നും ഞങ്ങൾ മാറ്റില്ല എന്നുള്ള പുതിയ ടേമാണ് വന്നിട്ടുള്ളത്. ഇതുവരെ കിട്ടിയതൊന്നും പഠിക്കാത്തത് കൊണ്ട് മാത്രമല്ല, ചെന്നി മൂത്തത് കൊണ്ടുള്ള പലതരത്തിലുള്ള സംസാരങ്ങൾ മാത്രമാണിത്. ഇനി ഈ പറഞ്ഞ ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി ഏത് രീതിയിലാണ് ഇറാൻ ഇതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം. ഇപ്പം കുവൈറ്റിൽ നടന്നത് മാത്രമല്ല, ഇനി മറ്റ് പ്രവാസികളെ നിങ്ങളോടും കൂടെ പറയുന്നത്, ഇനി ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ടൊക്കെ ഏത് രീതിയിലായിരിക്കും ഒമാൻ്റെ ഇറാൻ്റെ ആക്രമണം എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും. കൂടുതൽ വാർത്തകൾ പുറത്തോട്ട് വരുന്നതേ ഉള്ളൂ. അവിടെ നിന്നൊക്കെ പുതിയ എക്സ്പ്ലോഷൻസോ അല്ലെങ്കിൽ അവിടുത്തെ പുതിയ അലേർട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതേ സ്ഥാനത്ത് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ഇന്നലെ പെരുന്നാൾ ദിവസം ഒരുപാട് സിവിലിയൻസിനെ ഇസ്രായേൽ ബോംബ് ചെയ്ത് കൊന്നിട്ടുണ്ട്. ലബനോനിലും ബെയ്റൂട്ടിലും ഒക്കെ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. തിരിച്ച് ഇവരുടെ ആക്രമണത്തിൽ ഇവരുടെ സോൾജർ ലേഡീസ്, അതായത് ഒരു ഫീമെയിൽ സോൾജർ അടക്കം ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. 20ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇസ്രായേലി സേനയിലുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പല ഭാഗത്തും ഹിസ്ബുള്ളയുടെ ബോംബുകൾ അല്ലെങ്കിൽ മിസൈലുകൾ വെക്കുന്ന ഡ്രോണുകൾ വെക്കുന്നതായിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. പെരുന്നാൾ കഴിഞ്ഞു, സീസ്ഫയറും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്ന പോലെയാണ്. യുദ്ധം ഇനിയും കനക്കുന്ന രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ദിവസം തന്നെ ഇത്തരത്തിലുള്ള യുദ്ധത്തിൻ്റെ വാർത്ത ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഏതാണെങ്കിലും ആർക്കും എല്ലാം പടച്ചവൻ്റെ കയ്യിലാണ്. എവിടെയെങ്കിലുമൊക്കെ സമാധാനം ഉണ്ടാവട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചിട്ട് സമാധാനം ഉണ്ടാവട്ടെ. കാരണം യുദ്ധം ആർക്കും ഒന്നിനും ഒരു മെച്ചവും തരുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മാക്സിമത്തിലോട്ട് ദിവസങ്ങൾക്കുള്ളിൽ കടക്കും. എല്ലാവരും അനുഭവിക്കും, സകലതും അനുഭവിക്കും. അവിടെ സംഖ്യയെന്നോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളൊന്നോ ഒന്നുമില്ല, എല്ലാവർക്കും പണി കിട്ടും. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ളൂ. ഇന്ത്യയിൽ ഒരു ഗ്രൂപ്പ് സംഖ്യ, ബാക്കിയുള്ളൊക്കെ ഇന്ത്യയിലെ നല്ലവരായിട്ടുള്ള മനുഷ്യന്മാർ. ആ രീതിയിലാണ് ഇന്ത്യ ഇപ്പം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പണി കിട്ടുമ്പോൾ സംഖ്യക്കും കിട്ടും പണിയും, ബാക്കി ജനങ്ങൾക്കും കിട്ടും പണി, എല്ലാവർക്കും കിട്ടും. മുതലാളിമാർക്ക് മാത്രം ചെറിയ നഷ്ടങ്ങളൊക്കെ മാത്രമേ വരികയുള്ളൂ. ബാക്കി എല്ലാത്തിനും 8ൻ്റെ പണി കിട്ടാൻ പോവാണ്. ഓൾറെഡി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും അടുത്ത പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ബൈ.